ഓം. വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം, അതിലെ 7-ാമത്തെ അധ്യായം. ഭഗവാന്റെ അവതാര ലീലകൾ വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ. ഭഗവാന്റെ അവതാര കഥാപ്രസംഗം. പ്രധാനമായിട്ട് പറയാറ് 10 അവതാരങ്ങളാണ്. എന്നാൽ ഇവിടെ ധാരാളം അവതാരങ്ങൾ വിസ്തരിക്കുന്നുണ്ട്. എന്താണ് അവതാരങ്ങൾ? ഭഗവാന്റെ വിഭൂതികൾ. അവതരതി എന്നാണ് പറയുക. ഇറങ്ങി വരിക എന്നർത്ഥം. നിർഗുണമായ പരബ്രഹ്മം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പാകത്തിന് ഇറങ്ങി വരുന്നതിനെ അവതാരം എന്ന് പറയും. എന്തിനാണ് ഈ അവതാര ലീലകൾ വർണ്ണിക്കുന്നത് ചോദിച്ചാൽ, ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല. എവിടെ നമ്മുടെ മനസ്സ് പോയി പതിക്കുന്നുവോ അവിടെയൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കണം. ചിലപ്പോൾ ആദ്യപടിയിൽ നമുക്ക് എല്ലാം ഭഗവാൻ എന്ന് കാണാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനമെന്ന് തോന്നുന്നത് അത് ഭഗവാന്റെയാണെന്ന് കണക്കാക്കുക. നല്ലൊരു പാട്ടുകാരനെ കണ്ടു, അയാളുടെ പാടാനുള്ള കഴിവ്, അതിനോട് നമുക്ക് ആദരവ് തോന്നുന്നുണ്ടെങ്കിൽ ആ കഴിവ് ഭഗവാന്റെയാണ്, അത് ഭഗവാന്റെ വിഭൂതിയാണ്. ആ പാട്ടുകാരനിൽ ഭഗവാനെ കാണുക. ക്രമേണ എല്ലാവരിലും ഭഗവാനെ കാണണം. ഇവിടെ എന്തൊക്കെ നമുക്ക് ഒന്ന് ദിവ്യമായിട്ട് തോന്നുന്നുണ്ടോ അതൊക്കെ ഭഗവാനാണ്. അത് നമുക്ക് മെല്ലെ 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 ഇത് നമ്മൾ ഉപാസിച്ച് വരുമ്പോൾ ഈ ഒരു ദൃഷ്ടി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഭഗവാന്റെ അവതാരമല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഭഗവാന്റെ അവതാരം. രൂപമില്ലാത്ത ഭഗവാൻ പല രൂപങ്ങളെടുക്കുന്നു. പല ശക്തികളെയും ആശ്രയിച്ച് പറയാൻ വയ്യ, ശക്തികളെ കൈക്കൊണ്ട് ഭഗവാൻ രൂപം സ്വീകരിക്കുകയാണ്. മായാശക്തിയെ സ്വീകരിച്ചിട്ട് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും ഒക്കെ, വരാഹമായിട്ടും നരസിംഹമായിട്ടും, ഒരു നടൻ പല പല വേഷം കെട്ടുന്നത് പോലെ പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് അയാൾ പല വേഷം കെട്ടും. ഇതുപോലെ ഭഗവാൻ, രൂപമില്ലാത്ത ഭഗവാൻ പല രൂപവും എടുക്കുന്നു. ആ രൂപം എടുക്കാനുള്ള ഉപകരണമായിട്ട് നമുക്കിവിടെ മായയെ കണക്കാക്കാം. മാത്സ്യ ശക്തിയെ സ്വീകരിച്ച് മത്സ്യമാകുന്നു, വാരാഹി ശക്തിയെ സ്വീകരിച്ച് വരാഹമാകുന്നു. ഇവിടെ മത്സ്യമായിട്ടും വരാഹമായിട്ടും കൂർമ്മമായിട്ടും ഒക്കെ ഇരിക്കുന്നത് ഭഗവാനാണ് എന്നറിയാം. അതാണ് താല്പര്യം. 1000 നാവുള്ള അനന്തൻ, ആ അനന്തൻ തന്നെ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഭഗവാന്റെ ലീലകൾ പാടി തീർന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഭഗവാന്റെ മഹിമ എത്ര വലുതായിരിക്കും. ഭഗവാൻ ലീലകൾ ആടുന്നത് ഭക്തന്മാർക്ക് വേണ്ടി, അവരെ ആനന്ദിപ്പിക്കാനായിക്കൊണ്ട് എന്ന് ഭക്തി സമ്പ്രദായത്തിൽ പറയാം. ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട് എന്ന് നമുക്ക് പറയാം. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പ്രകൃതിയിലെ ആ താളം കുറേശ്ശെ തെറ്റി തുടങ്ങുമ്പോൾ ഭഗവാൻ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി അവതരിക്കുന്നു, ഒരഴിച്ചുപണി നടത്തുന്നു, ഒന്ന് കുടയുന്നു, അങ്ങനെ നേരെയാവുന്നു. മഹാപുരുഷന്മാരായിട്ട് ഭഗവാൻ വരുന്നു. അത് വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ ചില സാഹചര്യമായിട്ടോ ഒക്കെ. ഇവിടെ പൊതുവെ നമ്മൾ 10 അവതാരങ്ങളാണ് അധികവും പറയാറ്. പക്ഷേ ഇവിടെ അതല്ല, ധാരാളം അവതാരങ്ങൾ വർണ്ണിക്കുകയാണ് ഭാഗവത്തിൽ. ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഓരോ ശ്ലോകമായിട്ട് മെല്ലെ മെല്ലെ വായിച്ച് അതിൻ്റെ സാരം പറഞ്ഞു പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 7ാമോധ്യായ. ബ്രഹ്മോവാച. ബ്രഹ്മാവ് പറയാണ്. ബ്രഹ്മനാരദ സംവാദം തുടരുകയാണ്. യത്രോദ്യത ക്ഷിതിതലോദ്ധരണായ ബിഭ്രത് ക്രൗഡീം തനും സകലയജ്ഞമയീം അനന്തഃ അന്തർമഹാർണവ ഉപാഗതമാദിദൈത്യം തം ദമിഷ്ട്രയാദ്രിമിവ വജ്രധരോ ദദാര. ഏതവതാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? യത്രോദ്യതഃ
ക്ഷിതിതലോദ്ധരണായ ബിഭ്രത് ക്രൗഡീം തനും. ക്രൗഡീം തനും ശരീരത്തെ, ക്രൗഡീം വരാഹം, വരാഹത്തിൻ്റെതായ രൂപം ധരിച്ച ആ ഭഗവാനെ. ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി സകല യജ്ഞങ്ങളുടെയും സ്വരൂപമായ, ഒരിക്കലും നശിക്കാത്ത ആ ഭഗവാൻ ആദിനാരായണൻ വരാഹാവതാരം സ്വീകരിച്ചു. എന്നിട്ടോ മഹത്തായ ആ വലിയ സമുദ്രത്തിൽ പ്രവേശിച്ച് ആദിദൈത്യനായ ഹിരണ്യാക്ഷനെ വധിച്ചു. ഇതുപോലെ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് പർവ്വതത്തെ വെട്ടുന്നത് പോലെ ഭഗവാൻ ആ ദൈത്യനെ, ആ അസുരനെ ഇല്ലാണ്ടിയാക്കിയതാണ്. എങ്ങനെ ഇല്ലാണ്ടിയാക്കി? ദംഷ്ട്രയാദ്രിമിവ വജ്രധരോ ദദാര. തൻ്റെ തേറ്റകളെ കൊണ്ട് ആ ഹിരണ്യാക്ഷനെ ഇല്ലാണ്ടിയാക്കി. അന്വയിച്ചർത്ഥം പറയണോ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറഞ്ഞാൽ മതിയോ? ഒന്നുകൂടി നന്നാവുക അങ്ങനെ തോന്നുന്നു. അന്വയം ഒന്ന് പറഞ്ഞു പോവാം. അനന്തഃ ക്ഷിതലോധരണായ സകലയജ്ഞമയീം ക്രൗഡീം തനും ബിഭ്രത് യത്ര ഉദ്യതഃ അന്തർമഹാർണവേ ഉപാഗതം തം ആദിദൈത്യം വജ്രധരഃ അദ്രിം ഇവ ദംഷ്ട്രയാ ദദാര. നമുക്ക് എളുപ്പം ഈ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്ന പദങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യ ആശയം മനസ്സിലാവും, എങ്ങനെയാണ് എന്താണെന്നുള്ളത് മനസ്സിലാവും. ക്രൗഡീം തനും മറക്കാൻ പാടില്ല. ക്രൗഡീം തനും വരാഹത്തിൻ്റെ രൂപം, ശരീരം എന്നർത്ഥം. അനന്തഃ ആ നാശരഹിതനായ ഭഗവാൻ. അനന്തഃ അവസാനമില്ലാത്തവൻ എന്നർത്ഥം. അന്തമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തവൻ. ക്ഷിതിതലോദ്ധരണായ, ക്ഷിതി ഭൂമി, ഭൂതലത്തെ ഉദ്ധരിക്കാനായിക്കൊണ്ട്, ഭൂമിയെ ഉയർത്താനായിക്കൊണ്ട്, സകല യജ്ഞമയീം ക്രൗഡീം തനും ബിഭ്രത്, എല്ലാ യജ്ഞങ്ങളുടെയും സ്വരൂപമായുള്ള ആ യജ്ഞവരാഹ രൂപത്തെ ധരിച്ചുകൊണ്ട്, യത്ര ഉദ്യതഃ ഉദ്യമിച്ചിരുന്നപ്പോൾ, അന്തർമഹാർണവേ ഉപാഗതം തം ആദിദൈത്യം വജ്രധരഃ അദ്രിം ഇവ ദംഷ്ട്രയാ ദദാര. അന്തർമഹാർണവേ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തിൽ വെച്ച്, ഉപാഗതം തം അടുത്ത് വന്ന ആ ആദിദൈത്യം, ആദിദൈത്യനായ ഹിരണ്യാക്ഷനെ, വജ്രധരഃ വജ്രപാണി, ഇന്ദ്രൻ എന്നർത്ഥം. ഇന്ദ്രൻ അദ്രിം ഇവ പർവ്വതത്തെ എന്ന പോലെ, ദംഷ്ട്രയാ ദദാര തൻ്റെ തേറ്റം കൊണ്ട്, ദദാര പിളർന്നു എന്നർത്ഥം, കീറിപ്പിളർന്നു. വ്യക്തല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു ശ്ലോകത്തിൻ്റെ താല്പര്യം മനസ്സിലാക്കാൻ. വജ്രധരഃ ദദാര. വജ്രധരഃ ആരാണ്? ഇന്ദ്രൻ. ക്രൗഡീം തനും, ക്രൗഡീം വരാഹത്തിൻ്റെ, തനും രൂപത്തെ അല്ലെങ്കിൽ ശരീരത്തെ. ശരി, അടുത്ത ശ്ലോകം. ജാതോരുചേരജനയത് സുയമാൻ സുയജ്ഞ ആകൂതി സൂനുരമരാനഥ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീം മഹരത് യഥാർത്തിം സ്വായംഭുവേന മനുന ഹരിരിത്യനുക്തഃ. ജാതോ രുചേരജനയത് സുയമാൻ സുയജ്ഞ ആകൂതി സൂനുഃ അമരാൻ അഥ ദക്ഷിണായാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ യജ്ഞഭഗവാന്റെ അവതാരം അത് സൂചിപ്പിക്കുകയാണ്. രുചി എന്ന പ്രജാപതിക്ക് ആകൂതി എന്ന ഭാര്യയിൽ ഭഗവാൻ യജ്ഞൻ എന്നുള്ള പേരിൽ അവതരിച്ചു, അല്ലെങ്കിൽ സുയജ്ഞൻ എന്നുള്ള പേരിൽ അവതരിച്ചു. അതാണ് സുയജ്ഞ ആകൂതി സൂനുരമരാനഥ ദക്ഷിണായാം. അത് വർണ്ണിക്കുകയാണ്. അന്നയൊന്ന് സൂചിപ്പിക്കാം. അഥ രുചേഹേ ആകൂതിസൂനുഃ സുയജ്ഞഃ ജാതഃ. അനന്തരം രുചി എന്ന പ്രജാപതിയിൽ നിന്ന് ആകൂതി എന്നവളുടെ പുത്രനായി ഭഗവാൻ സുയജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ദക്ഷിണായാം, ആ സുയജ്ഞന് ദക്ഷിണയിൽ, ദക്ഷിണ എന്ന പത്നിയിൽ, സുയമാൻ അമരാൻ അജനയത്ത്, സ്വയമന്മാരെന്ന അമരന്മാരെ, ദേവന്മാരെ
ജനിപ്പിച്ചു. രുചി പ്രജാപതിയുടെയും ആകൂതിയുടെയും പുത്രനായി ഭഗവാൻ സുയജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ദക്ഷിണ എന്ന പത്നിയിൽ സുയമന്മാർ എന്ന 12 ദേവന്മാരെ ജനിപ്പിച്ചു. എന്നിട്ടോ ലോകത്രയസ്യ മഹതീം ആർത്തിം അഹരത്, 3 ലോകത്തിൻ്റെയും മഹത്തായ ദുഃഖത്തെ, ആർത്തിം ദുഃഖത്തെ, അഹരത് ഹരിച്ചു, ഇല്ലേണ്ടിയാക്കി. അതുകൊണ്ട് സ്വായംഭുവേന മനുന ഹരിഹി ഇതി അനൂക്ത, ഈ ദുഃഖങ്ങളൊക്കെ ഹരിച്ചവനായതുകൊണ്ട് സ്വയംഭുവ മനു ഈ സുയജ്ഞനെ ഹരി എന്ന് വിളിച്ച് പുകഴ്ത്തി എന്നാണ്. ലോകത്തിലുള്ളവരുടെ ദുഃഖത്തെ തീർത്ത് അനുഗ്രഹിച്ച ഭഗവാൻ, അതുകൊണ്ട് ദുഃഖത്തെ ഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഹരിർ ഹരതി പാപാനി, ഹരി പാപത്തെ മുഴുവൻ ഇല്ലാണ്ടിയാക്കുന്നവൻ ഹരി എന്ന അർത്ഥത്തിൽ ഹരി സുയജ്ഞ ഭഗവാനെ സ്വയംഭുവ മനു ഹരി എന്ന് കീർത്തിച്ചു എന്നാണ്. ഇതാണ് ഭഗവാന്റെ സുയജ്ഞൻ എന്ന പേരിലുള്ള അവതാരം. വ്യക്തമല്ലേ? ഇനി 3-ാമത്തെ ശ്ലോകം നോക്കാം. ജജ്ഞേച കർദ്ദമഗൃഹേ ദ്വിജദേവഹൂത്യാം സ്ത്രീഭിः സമം നവഭിരാത്മഗതിം സ്വമാത്രേ ഊചേയാത്മശമലം ഗുണസംഗപങ്കമസ്മിൻ വിധൂയ കപിലസ്യ ഗതിം പ്രപേദേ. ശ്ലോകം വായിക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അർത്ഥം കിട്ടും. ബുദ്ധിമുട്ടുള്ള പദങ്ങളൊന്നും അതിലില്ല. ആരെ പറ്റിയാണ് പറയണത്? കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായി ഭഗവാൻ കപിലൻ എന്ന പേരിൽ അവതരിച്ചില്ലേ എന്നാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായിട്ട് അവതരിച്ചു കപിലൻ. ആ കപിലൻ അവതരിക്കുന്നതിൻ്റെ മുമ്പ് കർദമ പ്രജാപതിക്ക് 9 പെൺകുട്ടികൾ. ആ 9 പെൺകുട്ടികളുടെ അനുജനായിട്ട് ആരവതരിച്ചു? ഈ ഭഗവാൻ. എന്നിട്ടോ അമ്മയ്ക്ക് എളുപ്പമുള്ള മാർഗം പറഞ്ഞു കൊടുത്തു. ആത്മസാക്ഷാത്കാരത്തിന് സുഗമമായ അനുഷ്ഠാനം അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത ആ ഭഗവാൻ. ആ ഉപദേശപ്രകാരം ആ അമ്മ ഗുണങ്ങളെ, 3 ഗുണങ്ങളെയും 3 ഗുണങ്ങളോട് ചേർന്നിട്ടുള്ള മനസ്സിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നാണ്. അങ്ങോട്ട് ഇല്ലേണ്ടിയാക്കി, ഭഗവാനിൽ അങ്ങോട്ട് ലയിപ്പിച്ചു, എന്നിട്ട് മുക്തയായി തീർന്നു. ഇതാണ് ഭഗവാന്റെ കപിലാവതാരം. ജജ്ഞേച കർദ്ദമഗൃഹേ ദ്വിജ ദേവഹൂത്യാം, അല്ലയോ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ, ഹേ ബ്രാഹ്മണ. ബ്രഹ്മാവ് നാരദരെ വിളിക്കുകയാണ്. കർദ്ദമഗൃഹേ ദേവഹൂത്യാം നവഭിः സ്ത്രീഭിः സമം ജജ്ഞേ. കർദ്ദമഗൃഹത്തിൽ, കർദ്ദമ പ്രജാപതിയുടെ ഗൃഹത്തിൽ ദേവഹൂത്യാം ആണ്, അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവഹൂതിയിൽ നവഭിഹി സ്ത്രീഭിഹി സമം 9 സ്ത്രീകളോടുകൂടെ ജജ്ഞേ ജനിക്കുകയും. 9 സ്ത്രീകൾ വന്നു. പിന്നെ അവരുടെ അനിയനായിട്ട് ഭഗവാൻ അവതരിച്ചു. ആത്മഗതിയും സ്വമാത്രേ ഊജേച്ച, ആ ആത്മഗതിയെ, ആത്മജ്ഞാനത്തെ, ബ്രഹ്മജ്ഞാനത്തെ തൻ്റെ മാതാവിന് ഉപദേശിക്കുകയും ചെയ്തു. യയാ ആത്മശമലം ഗുണസംഗപങ്കം അസ്മിൻ വിധൂയ, യാതൊന്നിനാൽ മനസ്സിനെ ആ കളങ്കപ്പെടുത്തുന്ന ഗുണസംഗപങ്കം, ആ ഗുണങ്ങളോടുകൂടിയ ആ ചളിയെ, പ്രകൃതി ഗുണാസക്തിയാകുന്ന ആ കളങ്കത്തെ അസ്മിൻ വിധൂയ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ, വിധൂയ ഇല്ലാണ്ടിയാക്കി, കഴുകിക്കളഞ്ഞു. കപിലസ്യ ഗതിം പ്രപേതേ, കപിലവാസുദേവൻ്റെ ഗതിയെ എന്ന് പറഞ്ഞാൽ മുക്തിയെ എന്നർത്ഥം. പ്രപേതേ അവൾ പ്രാപിച്ചു. അല്ലയോ നാരദരെ, കർദമൻ്റെ ദേവഹൂതി എന്ന ഭാര്യയിൽ, ആ കർദമൻ്റെ ഗൃഹത്തിൽ ഭഗവാൻ 9 സഹോദരികളോടൊപ്പം സഹോദരനായിട്ട് അവതരിച്ചു. തൻ്റെ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് തത്വം ഉപദേശിച്ചു കൊടുത്തു, ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. എന്നിട്ടോ ആ അമ്മയുടെ ഉള്ളിലുള്ള മനോമാലിന്യത്തെ അങ്ങോട്ട് ഇല്ലാണ്ടിയാക്കി മോക്ഷത്തെ പ്രാപിച്ചു ആ അമ്മ. ആ കപിലാവതാരം സൂചിപ്പിച്ചു. 4-ാമത്തെ ശ്ലോകം. അത്രേരപത്യമഭികാംക്ഷത ആഹ തുഷ്ടോ ദത്തോ മയാഹമിതി യത് ഭഗവാൻ സദത്തഃ യത്പാദപങ്കജപരാഗപവിത്രദേഹ യോഗർദ്ധിമാപുരുഭയീം യദുഹൈഹയാദ്യാഹ. എന്താ പറഞ്ഞിരിക്കുന്നത്? അത്രി മഹർഷി ഭഗവാന് തുല്യനായ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടെ ഭഗവാനെ ആരാധിച്ചു, തപസ്സനുഷ്ഠിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട്
ഞാൻ എന്നെ തന്നെ ദാ പുത്രനായ അങ്ങേക്ക് തന്നിരിക്കുന്നു എന്നാണ്. ദത്തോ ആണ്, ഞാൻ തന്നു. ദത്തോ മയാഹമിതി, ഞാൻ എന്നെ തന്നെ തന്നിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായ ഭഗവാൻ ദത്താത്രയൻ എന്ന പേരിൽ അവതരിച്ചു. ആ ദത്താത്രയൻ, അവധൂതൻ, 24 ഗുരുക്കന്മാരുടെ കഥ യദുരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ ദത്താത്രയനാണെന്നാണ് പറയുക. ആ ദത്താത്രയനെ ആരാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് കാർത്തവീര്യാർജുനന് ശക്തിയൊക്കെ കിട്ടിയതെന്നാണ്. ഇതാണ് ഭഗവാന്റെ ആ ദത്താത്രേയ അവതാരം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത്രേരപത്യമഭികാംക്ഷത ആഹതുഷ്ടോ ദത്തോ മയാഹമിതി യത് ഭഗവാൻ സദത്തഃ. അപത്യം അഭികാംക്ഷത അത്രേഹേ മയാ അഹം ദത്തഃ. പുത്രനെ അഭിലഷിച്ചിരുന്ന അത്രിമുനിക്ക് മയാ അഹം ദത്തഃ, എന്നാൽ ഞാൻ ദത്തനായി, ഞാൻ എന്നെ പുത്രത്വേന തന്നിരിക്കുന്നു. ഇതി എന്നിങ്ങനെ തുഷ്ടഃ ആഹ, സന്തോഷത്തോടെ പറഞ്ഞു. യത് സഹ ഭഗവാൻ ദത്തഃ, ആകയാൽ ആ ഭഗവാൻ ദത്തനായിട്ട് എന്ന് പറഞ്ഞാൽ ദത്താത്രേയനായിട്ട് ജനിച്ചു. യദു ഹൈഹയാദ്യാഹ, യദു കാർത്തവീര്യൻ മുതലായിട്ടുള്ളവർ യദു ഹൈഹയാദ്യാഹ. യത് പാദപങ്കജ പരാഗ പവിത്രദേഹാഹ, യദു രാജാവ് അതുപോലെ കാർത്തവീര്യൻ ഇവരൊക്കെ ശുദ്ധായത് യാതൊരു ഭഗവാന്റെ പാദാരവിന്ദധൂളികളാൽ വിശുദ്ധമായ ദേഹത്തോടു കൂടിയവരായിട്ട് ഉഭയീം യോഗർദ്ധിം, 2 പ്രകാരത്തിലുള്ള യോഗസമൃദ്ധിയെയും, എന്താ 2 പ്രകാരത്തിൽ, ഭുക്തിയും മുക്തിയും. ഇവിടെ ഇരിക്കുമ്പം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇനി അതിൻ്റെ നിസ്സാരത കുറച്ച് കഴിയുമ്പം ബോധ്യപ്പെട്ട് മുക്തിയും ലഭിച്ചു എന്നാണ്. ആപുഹു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥം. സന്താനത്തെ ആഗ്രഹിച്ച് തപസ് ചെയ്ത ആ അത്രി മഹർഷിയിൽ സന്തുഷ്ടനായി ഭഗവാൻ ഞാൻ എന്നെ തന്നെ എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദത്താത്രയൻ, അതാണ് അങ്ങനെ പേര് വരാൻ കാരണം. അങ്ങനെ ദാനം ചെയ്യപ്പെട്ടവനായി ദത്തൻ എന്ന പേരോടുകൂടി അവതരിച്ചു. ആ ദത്താത്രയൻ്റെ പാദാരവിന്ദ ധൂളിയാൽ പരിശുദ്ധമായ ശരീരത്തോടു കൂടിയ യയാതിപുത്രൻ യദു, പിന്നെ ആ കാർത്തവീര്യാർജുനൻ, ഇവരൊക്കെ ആ 2 വിധത്തിലുള്ള യോഗസമൃദ്ധിയെ പ്രാപിച്ചു. 2 വിധം എന്ന് പറഞ്ഞത് ലോകസുഖവും മുക്തിയും 2 അവർക്കുണ്ടായി എന്നർത്ഥം. നോക്കാം 5-ാമത്തെ ശ്ലോകം. തപ്തം തപോ വിവിധലോകശുശ്രൂക്ഷയാമേ ആദൗ സനാത്സ്വതപസഃ സചതുഃ സനോഭൂത് പ്രാകൽപസംപ്ലവ വിനഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാദ മുനയോ യദചക്ഷതാത്മൻ. തപ്തം തപോ വിവിധലോകശുശ്രൂക്ഷയാമേ ആദൗ സനാത്സ്വതപസഃ സചതുസ്സനോഭൂത് പ്രാകൽപസംപ്ലവ വിനഷ്ടമിഹ ആത്മതത്വം സമ്യക് ജഗാദ മുനയോ യദചക്ഷതാത്മൻ. അവിടെ എങ്ങനെയാണ് വരിക? യത് അചക്ഷത ആത്മൻ, യത് യാതൊന്ന്, അചക്ഷത എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കണ്ടായി എന്നാണ്. ആത്മൻ, ആത്മൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്നർത്ഥം. എന്താ അവിടെ പറയണത്? തപ്തം തപോ വിവിധ ലോക ശുശ്രൂക്ഷയാമേ. തപ്തം തപോ, തപഃ തപ്തം, തപസ്സനുഷ്ഠിക്കപ്പെട്ടു. ആരെ പറ്റിയാണ് പറയണത്? ആദൗ മേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ. മേ എന്നാൽ ബ്രഹ്മാവ് പറയണം വിവിധ ലോക ശുശ്രൂക്ഷയാ, പലതരത്തിലുള്ള ലോകങ്ങൾ അല്ലെങ്കിൽ നാനാലോകങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് തപഃ തപ്തം, തപസ്സനുഷ്ഠിക്കപ്പെട്ട, തപഃ തപ്തം, തപസ്സനുഷ്ഠിക്കപ്പെട്ടു. സനാത് സ്വതപസഃ സഹ, സനാത് അഖണ്ഡിതമായിരുന്ന, സ്വതപസഃ എൻ്റെ തപോനുഷ്ഠാനത്താൽ, സഹ ആ ഭഗവാൻ, ചതുസ്സനഃ പേരിൽ സന എന്ന ശബ്ദം കൂടിച്ചേരുന്ന 4 കുമാരന്മാരായിട്ട്, അതാണ് ചതുസ്സനഃ. അഭൂത് ആവിർഭവിച്ചു. എവിടെ ആവിർഭവിച്ചു? ഇഹ, ഇവിടെ. പ്രാകൽപസംപ്ലവ വിനഷ്ടം,
പൂർവകൽപ്പത്തിലെ പ്രളയത്തിൽ വിസ്മൃതിയിലാണ്ട് നശിച്ച ആത്മതത്വം, ആ ആത്മതത്വത്തെ സമ്യക് ജഗാത, ശരിയാവണ്ണം ഉപദേശിച്ചു. അതിനാണ് ആ അവതാരം ഉണ്ടായത്. പ്രളയത്തിൽ മറന്നുപോയ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ആത്മതത്വത്തെ ബോധിപ്പിക്കാനായിട്ട്. യത് മുനയ, യാതൊന്ന് ആ ഉപദേശിച്ച തത്വം എന്നർത്ഥം. മുനയ, മുനിമാർ, ആത്മൻ അചക്ഷത, മനസ്സിൽ സാക്ഷാത്കരിക്കുകയുണ്ടായി. തത്വമസി എന്നങ്ങോട്ട് ഉപദേശിക്കാനാണ് ഇപ്പോൾ ഈ അവതാരം ഉണ്ടായത്. മറന്നുപോയ മുനിമാർക്ക് ഈ സനൽകുമാരന്മാരുടെ ഉപദേശം, അല്ലെങ്കിൽ സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനൽ സുജാതൻ, ഇങ്ങനെ 4 പേര് സനകാദി കുമാരന്മാർ, അവരുടെ ഉപദേശം കണ്ട് കേട്ടതും തത്വം ബോധ്യപ്പെട്ടു. കഴുത്തിലുള്ള നെക്ലേസ് മറന്നുപോയി, കഴുത്തിലുണ്ടല്ലോ എന്നങ്ങോട്ട് പറയുമ്പോഴേക്കും ഇനി കണ്ടുപിടിക്കണോ കൊണ്ടുവരണോ ഒന്നും വേണ്ട, കിട്ടിയെന്ന് പറയാൻ വയ്യ, ഉള്ളത് തന്നെയാണ്. പക്ഷെ ദുഃഖം നീങ്ങി. അതാണ് സനകാദികൾ അവരുടെ അവതാരം സൂചിപ്പിച്ചു. ആദിയിൽ എന്നാൽ ബ്രഹ്മാവ് പറയാണ്, ഞാൻ ബഹുവിധ ലോകങ്ങളെ സൃഷ്ടിക്കണം എന്ന ആഗ്രഹത്താൽ തപസ് ചെയ്തു. ആ തപസ് ഭഗവാന് സമർപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ സനഹ് എന്നു പേരുള്ള 4 മൂർത്തികളായിട്ട് അവതാരമെടുത്തു. അതാണ് സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനൽ സുജാതൻ, അല്ലെങ്കിൽ സനക, സനന്ദ, സനാതന, സനത്കുമാരൻ. അവർ കഴിഞ്ഞ കൽപ്പത്തിൽ മറഞ്ഞുപോയ ആ ബ്രഹ്മതത്വത്തെ, ആത്മതത്വത്തെ ശരിയായിട്ട് ഉപദേശിച്ചു. മുനിമാർ ആ ആത്മതത്വത്തെ ഇവരുടെ ഉപദേശം കേട്ടപ്പോൾ ആത്മാവിൽ ദർശിച്ചു. അതാണ് സനൽകുമാരന്മാരുടെ അവതാരം. ലോകസൃഷ്ടിക്കായിട്ട് തപസ് ചെയ്തുകൊണ്ടിരുന്ന ആ ബ്രഹ്മാവ് തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ സമർപ്പണം കൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ അങ്ങനെ 4 പേരുകളോടുകൂടി സനകാദി ഋഷികളായിട്ട് അവതരിച്ചു. എന്നിട്ട് കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ആ ആത്മജ്ഞാനത്തെ ലോകത്തിന് ഉപദേശിച്ചു. മുനിമാർ ഈ ഉപദേശം കേട്ടപ്പോഴേക്കും അവർക്ക് ആത്മതത്വം ഉള്ളിൽ തെളിഞ്ഞു കണ്ടു. ഇതാണ് ഭഗവാന്റെ ആ സനകാദികളായിട്ട് ഭഗവാൻ വന്നു, ആ അവതാരം അത് സൂചിപ്പിച്ചു. അടുത്തത് 6ാമത്തെ ശ്ലോകം. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഇതി സ്വതപഃ പ്രഭാവഃ ദൃഷ്ട്വാത്മനോ ഭഗവതോ നിയമാവലോപം ദേവ്യസ്ത്വനംഗപൃതന ഘടിതും ന ശേകുഃ. ധർമ്മസ്യ ദക്ഷദുഹിതരീ അജനിഷ്ഠ, ശ്രദ്ധിക്കണം, പദങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അജനിഷ്ഠ പറഞ്ഞാൽ ജനിച്ചു എന്നർത്ഥം. ധർമ്മസ്യ ദക്ഷദുഹിതരി അജനിഷ്ടമൂർത്തിയാം, അങ്ങനെ വരിക. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഇതി സ്വതപഃപ്രഭാവഃ. ദക്ഷദുഹിതരി, ദക്ഷപ്രജാപതിയുടെ പുത്രിയും ധർമ്മസ്യ, ധർമ്മദേവൻ്റെ പത്നിയുമായ മൂർത്തിയാം, മൂർത്തി എന്നവളിൽ സ്വതപ പ്രഭാവഃ, പ്രത്യേക തപോവൈഭവത്തോടു കൂടിയവനായി നാരായണ നരഹ ഇതി, നാരായണനെന്നും നരനെന്നും പേരായ 2 രൂപത്തോടെ അജനിഷ്ഠ ജനിച്ചു. ഈ ഭഗവാൻ പിന്നീട് നരനാരായണനായിട്ട് ജനിച്ചു. അനംഗപൃതനാഹ, കാമദേവൻ്റെ സേനകളായ ദേവ്യഃ തു, അപ്സര സ്ത്രീകൾ പോലും ഭഗവതഃ ആത്മനഃ ദൃഷ്ടുവ, തങ്ങൾക്ക് ഒത്ത സുന്ദരികളെ കണ്ടിട്ട് നിയമാവലോപം ഘടിതും ന ശേകുഃ. നിയമാവലോപം, തപോനുഷ്ഠാനത്തിന് വിഘ്നത്തെ ഘടിതും ന ശേകുഃ, വരുത്തി വയ്ക്കുവാൻ അവർക്ക് സാധിച്ചില്ല. എന്താ പറയണത്? ദക്ഷപുത്രിയും ധർമ്മദേവൻ്റെ ഭാര്യയുമായ മൂർത്തിദേവിയിൽ ഭഗവാൻ തൻ്റെ തപസ്സിൻ്റെ പ്രഭാവത്തോടു കൂടിയ നരനും നാരായണനുമായിട്ട് അവതരിച്ചു. ആ നരനാരായണ മൂർത്തിയുടെ തപസ് ഇല്ലാണ്ടിയാക്കാൻ മന്മഥൻ സേനകളായ രംഭ മുതലായ അപ്സര സ്ത്രീകളെ പറഞ്ഞയച്ചു. അങ്ങനെ അവർ ശ്രമിച്ചു. ഇന്ദ്രൻ പറഞ്ഞയച്ചതാണ് തപസ്സില്ലാണ്ടിയാക്കാൻ, നരനാരായണ മഹർഷിയുടെ തപസ്സില്ലാണ്ടിയാക്കാൻ. അവർ ശ്രമിച്ചു, പക്ഷേ അവർ തോറ്റു. അവരെക്കാൾ സൗന്ദര്യമുള്ള അനേകം സുന്ദരിമാരെ ആ നരനാരായണന്മാരുടെ ദേഹത്തിൽ അവർ കണ്ടു. അതാണ് നരനാരായണൻ തൻ്റെ തൊടയിലങ്ങോട്ട് അടിച്ച സമയത്ത് അതിൽ നിന്ന് കുറേ സുന്ദരികളുണ്ടായി.
ആ സുന്ദരികളെ ഇവർക്ക് സമ്മാനിച്ചു. അതിലൊരു സുന്ദരിയാണത്രേ ഉർവശി. ഊരുവിൽ നിന്നുണ്ടായതുകൊണ്ട് ഉർവശി, ഊരു പറ തുടയിൽ നിന്നുണ്ടായതുകൊണ്ട് ഉർവശി എന്ന് പേര്. അവളാണത്രേ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുന്ദരി. ഈ നരനാരായണ മഹർഷി തൻ്റെ തുടക്കടിച്ച സമയത്ത് അതിൽ നിന്നുണ്ടായ കുറേ സ്ത്രീകളിൽ ഒരു ഭംഗിയില്ലാത്തവളാണ് ഉർവശി. അവളാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുന്ദരി. എന്നാലോചിച്ച് നോക്കൂ. ഭഗവാന്റെ തപോവിഘ്നം ഇല്ലാണ്ടിയാക്കാൻ സാധിച്ചില്ല ആ അപ്സര സ്ത്രീകൾക്ക്. അത്രയ്ക്കും വൈഭവം ഉണ്ട് ഈ നരനാരായണ മൂർത്തിക്ക്. അതാണ് ഇവിടെ വർണ്ണിച്ചത്. അന്വയം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അല്ലേ? അടുത്തത് 7ാമത്തെ ശ്ലോകം. നരനാരായണ മഹർഷിക്ക് കോപവും ഉണ്ടായില്ല, കാമം മാത്രമല്ല കോപവും ഉണ്ടായില്ല. അപ്സര സ്ത്രീകളുടെ ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ചില്ല, കാമം ഉണ്ടായില്ല. ഇനി അവർ തൻ്റെ തപസ്സില്ലേണ്ടിയേക്കാൻ വന്നില്ലേ എന്നുള്ള മട്ടിൽ അവരോട് ദേഷ്യം ഉണ്ടായോ? അതും ഉണ്ടായില്ല, കോപവും ഉണ്ടായില്ല. അത് വർണ്ണിക്കുകയാണ് 7ാമത്തെ ശ്ലോകത്തിൽ. കാമം ദഹന്തി കൃതിനോ നനുരോഷദൃഷ്ട്യാരോഷം ദഹന്തമുതേ ന ദഹന്ത്യസഹ്യം സോയം യദന്തരമലം പ്രവിശൻ ബിഭേതി കാമക്കഥം നു പുനരസ്യ മനഃശ്രയേത. മഹാന്മാർ രോഷത്തോടു കൂടിയ നോട്ടത്താൽ കാമത്തെ ദഹിപ്പിക്കുന്നു. എന്നാൽ അസഹ്യമായതും മനസ്സിനെ ദഹിപ്പിക്കുന്നതുമായ ക്രോധത്തെ അവർ ദഹിപ്പിക്കുന്നില്ല. ക്രോധം കൊണ്ട് കാമത്തെ ദഹിപ്പിക്കുന്നുണ്ട്, പക്ഷെ ക്രോധത്തെ ദഹിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ആ ക്രോധം നിർമ്മലമായ ഒരുവൻ്റെ മനസ്സിൽ പ്രവേശിക്കാൻ ഭയപ്പെടുന്നു. ഇവിടെ നരനാരായണ മഹർഷിക്ക് കോപവും ഉണ്ടായില്ല. കാമത്തെ മാത്രമല്ല ക്രോധത്തെയും മരിക്കാനുള്ള ശക്തി അവർക്കുണ്ടെന്നർത്ഥം. അങ്ങനെ ഇരിക്കെ ക്രോധത്തേക്കാൾ താണപടിയിലുള്ള കാമം ആ ഭഗവാന്റെ മനസ്സിൽ കിടക്കുന്നത് എങ്ങനെ? കാമവും ക്രോധവും പറയുമ്പം കാമം പിന്നെയും താഴെയാണ്, ക്രോധമാണ് മുന്നിൽ. ഈ ക്രോധം പോലും ഇവർക്ക് വരില്ല, പിന്നെ കാമത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? മഹാനായ രുദ്രൻ കോപത്തോടെ നോക്കിയപ്പോൾ കാമദേവൻ ദഹിച്ചു പോയി എന്നല്ലേ പറയണത്. അതാണ് മഹാന്മാർ രോഷത്തോടു കൂടിയ നോട്ടത്താൽ കാമത്തെ ദഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം. കാമത്തെ ദഹിപ്പിച്ച രുദ്രനെ പോലുള്ളവർക്ക് ആ കോപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. കാമത്തെ ഇല്ലാണ്ടിയാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ കോപത്തെ ഇല്ലാണ്ടിയാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈ നരനാരായണ മഹർഷിയെ പോലുള്ള നിർമ്മല ഹൃദയമുള്ളവരെ അവരുടെ മനസ്സിലേക്ക് കോപത്തിന് കടക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അപ്സര സ്ത്രീകളോട് കോപിച്ചില്ല. അവർക്ക് ആവട്ടെ കാമത്തെ കൊണ്ട് അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചിട്ട് ഈ നരനാരായണ മഹർഷിയെ വീഴ്ത്താനും അവർക്ക് സാധിച്ചില്ല. വ്യക്തമായില്ലേ? കൃതിനഹ രോഷദൃഷ്ടിയ കാമം ദഹന്തി നനു. മഹാന്മാർ രുദ്രാദികളൊക്കെ കോപത്തോടു കൂടിയുള്ള നോട്ടം കൊണ്ട് കാമത്തെ ദഹിപ്പിക്കാറുണ്ടല്ലോ ഇല്ലേ? അസഹ്യം രോഷം ദഹന്തം അപി തേ ന ദഹന്തി എന്നാണ്. എന്നാൽ കോപത്തെ, സഹിക്കരുതാത്ത കോപത്തെ തങ്ങളെ ദഹിപ്പിക്കുന്നതാണെങ്കിലും കൂടി അവർ ദഹിപ്പിക്കാറില്ല. തനിക്ക് ദോഷം ചെയ്യുന്ന കോപത്തെ അവർ ഇല്ലാണ്ടിയാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെ അവർക്ക് സാധിക്കുന്നില്ല. അത്ഭുതം നോക്കൂ. സഹാ അയം, ആ കോപം പോലും യദന്തരം നിവിശൻ അലം ബിഭേതി. യാതൊരു ഭഗവാന്റെ ഹൃദയത്തിലേക്ക് ആ കോപത്തെ പോലും, വളരെ ഭീകരമായ കോപം പോലും ഈ ഭഗവാന്റെ, ഈ നരനാരായണ മഹർഷിയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പേടിച്ച് നിൽക്കുകയാണ്. പുനഃ കഥം കാമഹ, ഈ ക്രോധം തന്നെ വരാൻ മടിച്ച് നിൽക്കുകയാണ്. പിന്നെ കാമത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? അസ്യ മനഃ ശ്രേയത, ഈ ഭഗവാന്റെ മനസ്സിനെ എങ്ങനെ കാമം ബാധിക്കും? ക്രോധവും കാമവും അദ്ദേഹത്തെ ബാധിച്ചില്ല എന്ന് സാരം. കാമത്തേക്കാൾ തപസ്സിന് തടസ്സമാണ് ക്രോധം. ആ ക്രോധത്തെ മിക്കവർക്കും അധികം പേർക്കും ജയിക്കാൻ സാധിക്കാറില്ല. കാമത്തെ പിന്നെയും ജയിച്ചേക്കാം, പക്ഷേ ക്രോധത്തെ ജയിക്കുക വളരെ പ്രയാസമാണ്. ആ ക്രോധം പോലും നരനാരായണ മഹർഷിക്ക് ഉണ്ടായില്ല. പിന്നെ കാമത്തിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇതാണ് ആ ക്ഷേമമായിട്ടുള്ള ഭഗവാന്റെ നരനാരായണ അവതാരം. അതാണ് സൂചിപ്പിച്ചത്. നോക്കാം അടുത്ത ശ്ലോകം 8. വിദ്ധസപത്നുതിതപത്രിഭിരന്തിരാജ്ഞോ ബാലോപി സന്നുപഗതസ്തപസേവനാനി തസ്മാ അദാത് ധ്രുവഗതിം ഗൃണത്തെ പ്രസന്നോ ദിവ്യാഃ സ്തുവന്തി മുനയോ യതുപര്യധസ്താത്.
എന്താ പറയണത്, ചെറിയമ്മയായ സുരജിയുടെ ആ കഠിനമായിട്ടുള്ള വാക്കുകൾ കേട്ട് അയാളുടെ കഥ, ധ്രുവൻ്റെ കഥയാണ്. ഹൃദയം തകർന്നു ആ ഉണ്ണിയുടെ. 5 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ ആ ഉണ്ണിക്ക്, ബാലനായിരുന്നു. എന്നാലും അയാളുടെ ആ ഒരു പേര് പോലെ തന്നെ ധ്രുവൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളവൻ എന്നാണ്. എന്താ അയാളുടെ ആ തൻ്റെ ഇടം, ഭഗവാനെ വേണമെന്നുള്ള മട്ടിൽ അദ്ദേഹം മനത്തിലേക്ക് പോയി. ആ ഭഗവാനെ, ആ ബാലനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചില്ലേ, ഭഗവാന്റെ ആ അവതാരം. എന്നിട്ട് ആ ഉണ്ണിയെ അനുഗ്രഹിച്ചു, നാശരഹിതമായ ആ ധ്രുവ പദവി കൊടുത്തു. ആ ധ്രുവസ്ഥാനത്തിന് മേലെയും താഴെയും സ്ഥിതി ചെയ്യുന്ന ഋഷിമാർ ധ്രുവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ ആ ധ്രുവനെ അനുഗ്രഹിക്കാൻ വേണ്ടി എടുത്ത അവതാരം അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് 8ാമത്തെ ശ്ലോകത്തിൽ. വിദ്ധസപത്നുദിതപത്രിഭിരന്തിരാജ്ഞോ, എങ്ങനെയാണ് അവിടെ പദങ്ങൾ അന്വയൊന്ന് പറയാം. രാജ്ഞഃ അന്തി സപത്നുദിതപത്രിഭിഹി, സപത്നീ മാതാവിൻ്റെ വാക്ചരങ്ങളാൽ എന്നർത്ഥം. സപത്നുദിതപത്രിഭിഹി എന്നാണ്. രാജ്ഞഃ അന്തി എന്നാണ്. ഉത്താനപാദ രാജാവിൻ്റെ സമീപത്തിൽ വെച്ച് സപത്നുദിതപത്രിഭിഹി, സപത്നീ മാതാവിൻ്റെ, ചെറിയമ്മയുടെ വാക്ചരങ്ങളാൽ വിദ്ധഹാസൻ മുറിവേൽക്കപ്പെട്ട്, ബാലഹാപി കുട്ടിയാണെങ്കിലും കൂടി, തപസേ വനാനി ഉപഗതഃ തപസ്സിനായിട്ട് വനത്തിലേക്ക് പോയി, ഗൃണത്തെ തസ്മൈ സ്തുതിച്ചുകൊണ്ടിരുന്ന അവന് സന്തുഷ്ടനായ ഭഗവാൻ ധ്രുവപദത്തെ എന്നാണ്. അതാത് ധ്രുവഗതിം എന്നാണ്. അതാത് അങ്ങനെ കൊടുത്തു, ധ്രുവഗതിം, ധ്രുവപദത്തെ, സുസ്ഥിരമായ ആ സ്ഥാനത്തെ അതാത് നൽകി. യദുപരി മുനയഃ അധസ്താത് ദിവ്യാഃ സ്തുവന്തി. യദുപരി, യാതൊരു ധ്രുവപദത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന്, മുനയഃ മുനിമാർ, ഭൃഗ്വാദി ഋഷീശ്വരന്മാർ, അധസ്താത് താഴെ, ദിവ്യാഃ സപ്തർഷികൾ, ദിവ്യന്മാരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം സപ്തർഷികൾ. മുകളിൽ ഭൃഗ്വാദി ഋഷീശ്വരന്മാർ, താഴെ സപ്തർഷികൾ സ്തുവന്തി സ്തോത്രം ചെയ്യുന്നു. അതിനടുക്ക് ധ്രുവപദവിയിൽ അലങ്കരിച്ചുകൊണ്ട് ആ ധ്രുവകുമാരൻ കഴിയുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെ ആ ധ്രുവനെ അനുഗ്രഹിക്കാൻ വന്ന അവതാരമാണ് ഇവിടെ വർണ്ണിച്ചത്. വിദ്ധ സപത്നി എന്നാണ്. വിദ്ധ സപത്നുദിതപത്രിഭിരന്തിരാജ്ഞോ ബാലോപി സന്നുപകതസ്തപസേ വനാനി. അർത്ഥം കിട്ടില്ലേ? രാജ്ഞ അന്തി പറഞ്ഞാൽ അടുത്ത്, സമീപത്ത് വെച്ച് എന്നർത്ഥം. ഇവിടെ ഇപ്പം ബുദ്ധിമുട്ടുള്ള പദങ്ങൾ വിദ്ധഹ ആണ്. വിദ്ധഹ സൻ എന്നൊരുമിച്ച് പറയണം. അപ്പോഴാണ് വിദ്ധ പറഞ്ഞാൽ മുറിവേൽക്കുക, വിഷമിക്കുക. വിദ്ധഹ സൻ മുറിവേൽക്കപ്പെട്ട് എന്നർത്ഥം. സപത്യുതപത്രഭിഹി അന്തി രാജ്ഞ ബാലോപി സൻ ഉപഗതസ്തപസേ വനാനി തസ്മാ അദാധ്രുവഗതിയും ഗൃണത്തെ പ്രസന്നോ ദിവ്യാസ്തുവന്തി മുനയോ യദുപര്യധസ്താത്. യദുപരി അധഹസ്താത്, ഉപരി ഉള്ളവരും അധഹ താഴുള്ളവരും സ്തുതിക്കുന്നു എന്നർത്ഥം. ശരി, അടുത്ത ശ്ലോകം. യത് വേനമുത്പഥഗതം ദ്വിജവാക്യവജ്രവിപ്ലുഷ്ട പൗരുഷഭഗം നിരയേ പതന്തം ത്രാത്വാർത്ഥിതോ ജഗതി പുത്രപദം ച ലേഭേ ദുഗ്ധാവസൂനി വസുധാ സകലാനി യേന. യത് വേനമുത്പഥഗതം, യത് എപ്പോൾ, ഉത്പഥഗതം വേനൻ, ഉത്പഥഗതം തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചവനായി എന്നർത്ഥം. ആരെ പറ്റിയാണ് പറയണത്? വേനൻ എന്ന രാജാവ് അധർമ്മം ചെയ്ത് ധർമ്മത്തെ തെറ്റി നടക്കാൻ ഒരുങ്ങി. അധർമ്മിയാണ് അയാൾ. ബ്രാഹ്മണ ശാപത്താൽ മരിച്ച വേനൻ താൻ ചെയ്ത ആ ധർമ്മത്തിൻ്റെ ഫലമായി നരകത്തിൽ വീഴേണ്ടവനാണ്. ഭഗവാൻ ആ വേനൻ്റെ ശരീരത്തിൽ നിന്ന് പൃഥു എന്ന പേരിൽ ജനിച്ചു. ആ വേനനെ നരകത്തിൽ രക്ഷിച്ചു. പിന്നെയുള്ള കഥ നമുക്കറിയാം. പശുവിൻ്റെ രൂപത്തിൽ നിന്ന ആ ഭൂമിയിൽ നിന്ന് സസ്യങ്ങളും ധാന്യങ്ങളും മനുഷ്യവംശത്തിന് വേണ്ടത് അല്ല, ഓരോ വംശക്കാർക്കും വേണ്ടതൊക്കെ കറന്നെടുത്തു.
ആ ഭൂമിയെ പൂജിച്ചു, പ്രകൃതിയെ സേവിച്ചു, അങ്ങനെ ഭൂമിയെ രക്ഷിച്ചു. അങ്ങനെ ഭൂമിക്ക് പൃഥ്വി എന്നൊരു പേര് കൊടുത്തു. പൃഥു രാജാവ് ഭഗവാന്റെ ആ പൃഥുസ്വരൂപേണയുള്ള അവതാരം. യത് അർത്ഥിത ഉത്പഥഗതം, എപ്പോൾ ഋഷിമാർ പ്രാർത്ഥിക്കപ്പെട്ടുവോ, ഋഷിമാരാൽ പ്രാർത്ഥിക്കപ്പെട്ടുവോ, അപ്പോൾ ഉത്പഥഗതം തെറ്റായ മാർഗത്തിൽ സഞ്ചരിച്ചവനായി ദ്വിജവാക്യവജ്രവിപ്രുഷ്ട പൗരുഷഭഗം, ആ ദ്വിജന്മാരുടെ ബ്രാഹ്മണരുടെ ശാപവാക്കാവുന്ന വജ്രായുധമേറ്റ് വെന്തുപോയ പൗരുഷത്തോടും ഐശ്വര്യത്തോടും കൂടിയവനായി. വേനൻ്റെ കഥയാണ്. കഥ നമുക്കറിയാം, പ്രസിദ്ധമാണ്. അങ്കരൻ എന്ന രാജാവ്, ആ രാജാവിന് മോശക്കാരനായ ഒരു ഉണ്ണി ആണ് വേനൻ്റെ അധർമ്മം സഹിക്കവയ്യാതെ നാട് വിട്ടുപോയി ആ അംഗരാജാവ്. പിന്നെ വേനനായി ഭരണം. വേനൻ്റെ ഭരണം സഹിക്കവയ്യാതെ ഋഷീശ്വരന്മാർ ഉപദേശിക്കാനായിട്ട് പോയി. അവരെ പരിഹസിച്ചതും പോരാഞ്ഞ് ആ വേനൻ ഭഗവാനെ തന്നെ പുച്ഛിച്ചു, പരിഹസിച്ചു. ആ സമയത്ത് അവർക്ക് ഉള്ളിൽ വിഷമം തോന്നി. അവർ ഹും എന്നൊരു ശബ്ദം ഉണ്ടാക്കിയപ്പോഴേക്കും പാവം വേനൻ മരിച്ചു. ദുഷ്ടനാണ് വേനൻ. എന്നിട്ട് പോലും ആ വേനൻ രക്ഷപ്പെട്ടു, നരകത്തിൽ വീഴാണ്ട് രക്ഷപ്പെട്ടു. എന്താ കാരണം? ആ വേനൻ്റെ ഉള്ളിൽ നിന്നാണ് ആരുണ്ടായത്? ഭഗവാൻ ഉണ്ടായത്. ആ വേനൻ്റെ ഉള്ളിലെ കാട്ടാളത്തെ മുഴുവൻ ഇവർ കടഞ്ഞു കളഞ്ഞു. കാല് കടഞ്ഞ് ആ വേനൻ്റെ ഉള്ളിലെ ചിത്തത്തെ മുഴുവൻ എടുത്ത് കളഞ്ഞു. പിന്നീട് ആ കൈകൾ വേദമന്ത്രം ചൊല്ലി കടഞ്ഞ സമയത്ത് അതിൽ നിന്ന് ഭഗവാൻ പൃഥു എന്ന പേരിൽ അവതരിക്കുകയാണ്. ലക്ഷ്മി ദേവി അർച്ചിസ് എന്നുള്ള പേരിലും അവതരിച്ചു. എന്നിട്ടോ നിരയേ പതന്തം വേനം ത്രാത്തുവാ, നരകത്തിൽ പതിക്കേണ്ടവനായ ആ വേനനെ ത്രാത്തുവാ രക്ഷിച്ച് പുത്രപദം ച, പുത്രൻ എന്ന ആ അന്വർത്ഥ സംജ്ഞയെയും, വേനൻ്റെ മകനായില്ലേ അപ്പം പൃഥു, ലഭിച്ചു. നരകത്തിൽ വീഴേണ്ട ആളെ അതിന് രക്ഷിക്കുക മാത്രമല്ല പൃഥ്വിരാജാവിൻ്റെ അച്ഛൻ എന്ന പേര് കൊടുത്തില്ലേ. ജഗതി യേന സകലാനി വസൂനി വസുധ ദുഗ്ധ, ജഗതി ലോകത്തിന് വേണ്ടി, യേന യാതൊരുവനാൽ, വേനപുത്രത്വേന അവതരിച്ച ആ പൃഥുരാജാവ് അല്ലെങ്കിൽ ഭഗവാൻ, ആ ഭഗവാനാൽ സകലാനി വസൂനി വസുധ ദുഗ്ധ, എല്ലാ തരത്തിലുള്ള സമ്പത്തുകളെയും, വസുധ ഭൂമി, ദുഗ്ധ കറന്നെടുക്കപ്പെട്ടു. വ്യക്തമായില്ലേ? അധർമ്മിയായ ആ വേനൻ എന്ന രാജാവിനെ മുനിമാരുടെ ശാപമാകുന്ന വജ്രായുധം ഉപയോഗിച്ച് വധിച്ചു. അതോടെ പൗരുഷവും ഭാഗ്യവും നശിച്ച് നരകത്തിൽ പതിക്കാൻ പോകുന്ന ആ വേനനെ രക്ഷിച്ചിട്ട് മുനിമാരുടെ പ്രാർത്ഥന പ്രകാരം അവന് പിതാവിൻ്റെ സ്ഥാനം നൽകിക്കൊണ്ട് അവൻ്റെ ശരീരത്തിൽ നിന്നും പുത്രനായി അവതരിച്ചു. ആ ഭഗവാനാൽ ഭൂമിയിൽ നിന്നും ലോകത്തിനു വേണ്ടി ധനങ്ങൾ ദോഹനം ചെയ്യപ്പെട്ടു. കറന്നെടുക്കുക. അംഗരാജാവിൻ്റെ ദുഷ്ടനായ പുത്രൻ വേനൻ, ആ വേനൻ രാജാവായി പ്രജകളെ ദ്രോഹിക്കാൻ തുടങ്ങി, ഭഗവാനെ നിന്ദിക്കാൻ തുടങ്ങി. മുനിമാരവനെ ശപിച്ചു. പിന്നീട് ലോകരക്ഷയ്ക്കായി ആ വേനൻ്റെ ശരീരം കടഞ്ഞപ്പോൾ ഭഗവാൻ പൃഥുവായി അവതരിച്ചു. ആ പൃഥു ചക്രവർത്തി ഭൂമിയെ പശുവാക്കി ലോകത്തിന് വേണ്ട ധനമെല്ലാം, സമ്പത്തെല്ലാം വിനയത്തോടെ കറന്നെടുത്തു. ആ പൃഥു അവതാരം അതാണ് ഇവിടെ വർണ്ണിച്ചത്. അടുത്ത ശ്ലോകം. നാഭേരസാ വൃഷഭ ആസസുദേവി സൂനുഹു യോ വൈ ചചാര സമദൃഗ്ജഡയോഗചര്യാം യത് പാരമഹംസ്യമൃഷയഃ പദമാമനന്തി സ്വസ്ഥ പ്രശാന്തകരണ പരിമുക്തസംഗഃ. എന്താ പറയണത്? നാഭി മഹാരാജാവിൻ്റെയും സുദേവിയുടെയും പുത്രനായി, നാഭി മഹാരാജാവിൻ്റെയും അല്ലെങ്കിൽ മേരുദേവിയുടെയും പുത്രനായി ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷഭദേവൻ എല്ലാത്തെയും സമമായി കാണുന്നവനും ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നവനും നിഷ്ഠയോടുകൂടി ഉള്ളവനും ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ അടക്കിയവനായിരുന്നു. അദ്ദേഹം ഒരു അവധൂതനാണ്. ഒരാഗ്രഹം അദ്ദേഹത്തിനില്ല, നേടേണ്ടത് നേടിക്കഴിഞ്ഞവനാണ്. ഭഗവാന്റെ അവതാരം തന്നെയാണല്ലോ. എന്നിട്ട് അദ്ദേഹം ജഡൻ, മൂകൻ, അന്ധൻ, ഭ്രാന്തൻ എന്നിവരെ പോലെ അങ്ങനെ കഴിഞ്ഞു അവധൂതനായും കൊണ്ട്. ആ യോഗചര്യയെ പരമഹംസന്മാരായ യോഗീശ്വരന്മാരുടെ ജീവിത സമ്പ്രദായമായി ഋഷികൾ പറഞ്ഞു വരുന്നു. അതാണ് ആ ഭഗവാന്റെ ഋഷഭാവതാരം. നാഭേരസാ വൃഷഭ ആസസുദേവി സൂനുഹു. എന്താ പറയണത്? അസൗ നാഭേഹേ സുദേവി സൂനുഹു. അസൗ ഈ ഭഗവാൻ
നാഭേഹേ സുദേവി സൂനുഹു, നാഭി എന്ന രാജാവിൽ നിന്ന് സുദേവി അല്ലെങ്കിൽ വേറൊരു പേര് മേരുദേവി, മേരുദേവിയുടെ പുത്രനായി, നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായി ഋഷഭ ആസ, ഋഷഭൻ എന്ന പേരോടുകൂടി അവതരിച്ചു. യഹ വൈ സമുദ്രക്ക് സ്വസ്ഥ പ്രശാന്തകരണ പരിമുക്ത സംഘ, യഹ വൈ യാതൊരുവനാകട്ടെ ഈ ഋഷഭദേവൻ, സമുദ്രക്ക് സമദൃഷ്ടിയും, സ്വസ്ഥ സ്വസ്വരൂപസ്ഥിതനും, പ്രശാന്തകരണ പ്രശാന്തേന്ദ്രിയനും, പരിമുക്ത സംഘ വിമുക്ത സംഘനുമായിട്ട് ജഡയോഗചര്യാം ചചാര, ഒരു ഭോഷണെ പോലെ ഒരു അവധൂതനെ പോലെ അങ്ങനെ സമാധിചര്യയെ ആചരിച്ചു. യത് ഋഷയ പാരമഹംസ്യം പദം ആമനന്തി, യാതൊരു ചര്യയെ ഋഷയ ഋഷിമാർ പരമഹംസന്മാർക്കും ചേർന്ന നിലയായിട്ട് ആമനന്തി കരുതി വരുന്നു എന്നർത്ഥം. നാഭിയുടെയും സുദേവിയുടെയും പുത്രനായി ഭഗവാൻ ഋഷഭൻ എന്ന പേരോടുകൂടി അവതരിച്ചു. എല്ലാം ബ്രഹ്മമായിട്ട്, സർവം ബ്രഹ്മമയം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. ബ്രഹ്മസ്വരൂപമായ ആത്മാവിൽ നിന്ന് തെറ്റാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കും. ഒന്നിനോട് അദ്ദേഹത്തിന് ബന്ധമില്ലായിരുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അവധൂതനെ പോലെ, അവധൂതനായും കൊണ്ട് എന്ന് പറഞ്ഞാൽ ജഡനെ പോലെ യോഗനിലയെ അനുഷ്ഠിച്ചു എന്നർത്ഥം. ആ യോഗനിലയെ ഋഷിമാർ പരമഹംസന്മാരുടെ പദമായ മുക്തിസ്ഥാനമാണെന്ന് പറയുന്നു. അവധൂത സ്ഥിതിയായിട്ട് പറയുന്നു ഋഷിമാർ. വ്യക്തല്ലേ? അടുത്ത ശ്ലോകം. സത്രേമമാസ ഭഗവാൻ ഹയശീർഷാധോ സാക്ഷാത് സയജ്ഞപുരുഷസ്തപനീയവർണ്ണ ഛന്ദോമയോ മഖമയോ അഖിലദേവതാത്മാ വാചോ ബഭൂവുരുഷതീ ശ്വസതോസ്യ നസ്തഃ. അടുത്തത് ഹയഗ്രീവനായിട്ട് അവതരിച്ചത് വർണ്ണിക്കുകയാണ് ബ്രഹ്മദേവൻ. സ്വർണ്ണ നിറമുള്ളവനും, അതാണ്. പിന്നെയോ വേദസ്വരൂപനും യാഗസ്വരൂപനും സകല ദേവതാസ്വരൂപനും യജ്ഞപുരുഷനുമായ ഭഗവാൻ, ആ നാരായണൻ കുതിരയുടെ മുഖമുള്ള ഹയഗ്രീവൻ ആയിട്ട് എൻ്റെ യാഗത്തിൽ അവതരിച്ചു. ആ ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നും മനോഹരമായ വേദവാക്കുകളുണ്ടായി. ഭഗവാന്റെ ശ്വാസമാണ് വേദം. അതാണ് വർണ്ണിച്ചത്. സത്രേമമാസ ഭഗവാൻ ഹയശീർഷാഥോ. ഹയശീർഷാഥോ എന്താർത്ഥം? അഥോ മമ സത്രേ, ഒരു സന്ദർഭത്തിൽ എൻ്റെ സത്രത്തിൽ, എൻ്റെ യാഗത്തിൽ, ഛന്ദോമയ മഖമയ അഖിലദേവതാത്മാ യജ്ഞപുരുഷ, വേദസ്വരൂപനും യജ്ഞസ്വരൂപനും യജ്ഞം കൊണ്ട് ആരാധിക്കപ്പെടുന്ന എല്ലാ ദേവന്മാരുടെയും സ്വരൂപമായിരിക്കുന്ന യജ്ഞപുരുഷ, യജ്ഞങ്ങളുടെ ഫലദാതാവായിരിക്കുന്ന സഭഗവാൻ, ആ ഭഗവാൻ, ആ ഈശ്വരൻ, തപനീയവർണ്ണ സ്വർണത്തിൻ്റെ വർണ്ണം പൂണ്ടിരിക്കുന്ന ഹയശീരഷാഹ ഹയഗ്രീവമൂർത്തിയായിട്ട്, കുതിരയുടെ തലയായും കൊണ്ട് കുതിരയുടെ മുഖമുള്ള ഹയഗ്രീവനായിട്ട് സാക്ഷാത് ആസ പ്രത്യക്ഷമായി ഭവിച്ചു. അസ്യ ശ്വസത, ഈ ഹയഗ്രീവൻ ശ്വാസം വിട്ടുകൊണ്ടിരിക്കെ, നസ്തഹ ഉശതീഹി വാചഹ ബഭൂവുഹു, നാസാപുടത്തിൽ നിന്ന് മോഹനങ്ങളായ വേദവചനങ്ങൾ ആവിർഭവിക്കുകയുണ്ടായി. സ്വർണ്ണവർണ്ണത്തോടു കൂടിയവനും വേദസ്വരൂപനും യജ്ഞസ്വരൂപനും സർവ്വദേവതാസ്വരൂപിയുമായ യജ്ഞപുരുഷനുമായ ആ ഭഗവാൻ ഒരിക്കൽ ഞാൻ യാഗം ചെയ്യുമ്പോൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണത് രൂപം? ഹയഗ്രീവനായിട്ടാണ്. കഴുത്തിന് മേലെ കുതിരയുടെയും കഴുത്തിന് താഴെ മനുഷ്യൻ്റെയും അങ്ങനൊരു രൂപം. ആ ഭഗവാന്റെ ശ്വാസത്തിൽ നിന്ന് മനോഹരങ്ങളായ വേദവാക്യങ്ങൾ പുറത്തേക്ക് വന്നു. ഇതാണ് ഭഗവാന്റെ ഹയഗ്രീവ സ്വരൂപേണയുള്ള ആ അവതാരം. അടുത്തത് മത്സ്യോ യുഗാന്തസമയേ മനുനോപലബ്ധ ക്ഷോണീമയോ നിഖിലജീവനികായകേതഃ വിസ്രംസിതാനുരുഭയേ സലിലേ മുഖാന്മേ ആദായ തത്ര വിജഹാരഃ വേദമാർഗൻ. യുഗാന്തസമയേ മനുനാ ഉപലബ്ധഃ മത്സ്യഃ. യുഗാന്തസമയേ, യുഗാവസാന കാലത്തുള്ള പ്രളയത്തിൽ, കഴിഞ്ഞ മന്വന്തരത്തിലെ ആ സത്യവ്രതൻ എന്ന രാജാവാണ് ഈ മന്വന്തരത്തിലെ വൈവസ്വത മനുവായി തീർന്നത്. പ്രളയത്തിൽ ആ രാജാവിനെ രക്ഷിക്കാനായി ഭഗവാൻ മത്സ്യമായി അവതരിച്ചു. യുഗാന്തസമയേ മനുനാ ഉപലബ്ധ മത്സ്യ. യുഗാവസാന കാലത്തുള്ള പ്രളയത്തിൽ ഭാവി മനുവായ സത്യവ്രതനാൽ
ഉപലബ്ധ മത്സ്യ കണ്ടെത്തപ്പെട്ട ആ മത്സ്യരൂപിയായ ഭഗവാൻ ക്ഷോണീമയ ഭൂമിക്ക് ആലംബമായും നിഖില ജീവനികായകേത സമസ്ത ജീവരാശിക്ക് ആശ്രയമായും ഭവിച്ച് ഉരുഭയേ സലിലേ മേ മുഖാത് ഉരുഭയേ ബഹുഭയാനകമായ വലിയ പേടിയുള്ള സലിലേ പ്രളയജലത്തിൽ മേ എൻ്റെ പറഞ്ഞവിടെ ബ്രഹ്മാവിൻ്റെ മുഖാത്ത് വിശ്രംസിതാൻ വേദമാർഗാൻ മുഖത്തിൽ നിന്ന് ഉതിർന്നു വീണുപോയ വേദമാർഗാൻ വേദപദ്ധതികളെ ആദായ എടുത്ത് തത്ര അതിൽ വിജഹാര വിഹരിച്ചു. സത്യവ്രതൻ എന്ന രാജാവിനെ ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് വന്ന് അനുഗ്രഹിച്ചല്ലോ. ആ ഒരു കഥ വർണ്ണിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് മത്സ്യം. സത്യവ്രതൻ പിന്നീട് അടുത്ത മന്വന്തരത്തിൽ മനുവായിട്ട് മാറി വൈവസ്വത മനുവായി തീർന്നു. അപ്പോൾ സത്യവ്രത രാജാവിനെ അന്ന് പ്രളയത്തിൽ രക്ഷിക്കാനായി ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചു. ഭൂമി തന്നെ ഒരു തോണിയാക്കി സത്യവ്രത രാജാവിനെയും സപ്തർഷികളെയും ആ തോണിയിൽ കയറ്റി ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ഒറ്റക്കൊമ്പുള്ള മഹാമത്സ്യമായിട്ട് അവതരിച്ചത്. ആ കൊമ്പിൽ ഈ തോണി കെട്ടി പ്രളയം കഴിയുന്നത് വരെ അവരെ രക്ഷിച്ചു. പല സംശയങ്ങളും സത്യവ്രത രാജാവിനുണ്ടായിരുന്നു. ജിജ്ഞാസ, ആത്മാവിനെ പറ്റിയുള്ള സംശയങ്ങൾ, അതൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു കൊടുത്ത് ആ സത്യവ്രത രാജാവിനെ കൃതാർത്ഥനാക്കി. സത്യവ്രത രാജാവ് ഗുരുനാഥനായിട്ട് കണ്ട് ആ മത്സ്യമൂർത്തിയെ സ്തുതിക്കുന്നു. ഇതൊക്കെ ഇനി വർണ്ണിക്കാൻ പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ഒരു മത്സ്യാവതാരത്തിന്. പ്രളയാരംഭത്തിൽ ബ്രഹ്മാവിൻ്റെ അതാണ് ഇവിടെ പറഞ്ഞത്, എൻ്റെ മുഖത്തുനിന്ന് ബ്രഹ്മാവ് പറയല്ലേ, പറയാണ് എൻ്റെ മുഖത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ വേദത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചു. ഹയഗ്രീവൻ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. ഹയഗ്രീവൻ എന്ന അസുരൻ, ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞത് ഭഗവാന്റെ ഹയഗ്രീവ അവതാരം. ഇപ്പം പറയണത് ഹയഗ്രീവൻ എന്നൊരു അസുരൻ ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് വേദങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. അസുരന്മാരുടെ കയ്യിൽ വേദം കിട്ടിയാൽ അവരത് വളച്ചൊടിക്കും, അപകടമായിട്ട് പ്രചരിപ്പിക്കും. അത് ശ്രദ്ധിച്ച് തനി ഭൗതികവാദികളായിട്ട് മാറി ശാന്തിയില്ലാതെ സദാചാരമില്ലാതെ ജനങ്ങൾ മാറും. കഷ്ടമാണ് അങ്ങനെ പോയുള്ള അവസ്ഥ. അതുകൊണ്ട് ഈ വേദത്തെ, ഈ ശാസ്ത്രത്തെ, ഈ ജ്ഞാനത്തെ പരിപാലിക്കേണ്ടതുണ്ട്. ബ്രഹ്മാവിന് ഇടയ്ക്കൊരു തമോ ഗുണം വർദ്ധിച്ചപ്പോൾ, ഒന്ന് ഉറങ്ങിപ്പോയപ്പോൾ എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ശാസ്ത്രത്തിൻ്റെ നേരെ വേണ്ടത്ര ശ്രദ്ധ ഇല്ലാതെ വന്നപ്പോൾ അത് അസുരന്മാർ കൊണ്ടുപോയി. ഹയഗ്രീവൻ എന്ന അസുരൻ കൊണ്ടുപോയി. ബ്രഹ്മാവ് ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ മത്സ്യമൂർത്തിയായിട്ട് വന്ന് തൻ്റെ ആ ഒറ്റ കൊമ്പ് കൊണ്ട് ഹയഗ്രീവനെ കുത്തി മലർത്തി ആ വേദത്തെ ബ്രഹ്മാവിന് കൊണ്ടുകൊടുത്തു എന്നാണ്. ബ്രഹ്മാവിനെ കൃതാർത്ഥനാക്കി. ആ വേദവുമായി പ്രളയജലത്തിൽ വിഹരിച്ചു. അതാണ് ഭഗവാന്റെ മത്സ്യാവതാരം. വ്യക്തമല്ലേ? ക്ഷീരോദധാവമരദാനവയൂഥപാനാം ഉന്മധ്നതാമൃതലബ്ധയാദിദേവഃ പൃഷ്ഠേന കച്ഛപവപുർവിദധാരഗോത്രം നിദ്രാക്ഷണോദ്രിപരിവർത്തകഷാണകണ്ടൂഃ. എന്താ അവിടെ വർണ്ണിക്കുന്നത്? ഭഗവാന്റെ കൂർമാവതാരത്തെ പറയുകയാണ്. അമൃതം ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു. ആ പർവ്വതം ആണ്ടുപോണ സമയത്ത് ഭഗവാൻ ആ മന്ദരപർവ്വതത്തെ ഉയർത്താനായി രാമയുടെ സ്വരൂപം ധരിച്ച് തൻ്റെ പുറത്ത് ആ പർവ്വതം വെച്ച് പൊന്തി വന്നു. ആ സമയത്ത് ഭഗവാന് വിഷമമുണ്ടായോ? തൻ്റെ പുറത്തുനിന്ന് ഈ പർവ്വതം തിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായോ ചോദിച്ചാൽ സുഖമായിട്ട് ഉറങ്ങി എന്നാണ്. അതാണ് നിദ്രയാകുന്ന ഉത്സവത്തെ അംഗീകരിച്ചു എന്നാണ്. സുഖമായിട്ട് കിടന്നുറങ്ങി. തൻ്റെ പുറത്ത് വെച്ച ആ മന്ദരപർവ്വതം തിരിയുന്ന സമയത്ത് ഭഗവാന് പുറത്ത് ആരോ ഒഴിഞ്ഞു തരുന്നത് പോലെ, ചെറിയൊരു ചൊറിച്ചിൽ, പുറത്തുള്ള ചൊറിച്ചിൽ ആരോ മാറ്റി തരുന്നത് പോലെ തോന്നിയെന്നാണ്. അത്രയ്ക്കുണ്ട് ഭഗവാന്റെ ആ ശക്തി എന്ന് കാണിക്കുകയാണ്. തൻ്റെ ആ പുറം കൊണ്ട് ആ മന്ദരപർവ്വത്തെ ധരിച്ച ആ കൂർമ്മമൂർത്തി, ഭഗവാന്റെ കൂർമാവതാരം, അത് വർണ്ണിക്കുകയാണ്. ക്ഷീരോദധാവമരദാനവയൂഥപാനം. ക്ഷീരോദധൗ പാൽക്കടലിൽ എന്നർത്ഥം. അമൃതലബ്ധയെ അമരദാനവയൂഥപാനാം ഉന്മഥനതാം ക്ഷീരോദധൗ കച്ഛപവപുഃ ആദിദേവഃ
എന്താ പറയണത്? അമൃതലബ്ധയെ, അമൃത ലഭിക്കാൻ വേണ്ടി, അമരദാനവ യൂഥപാന, ദേവന്മാരുടെയും അസുരന്മാരുടെയും സംഘത്തലവന്മാർ ഉന്മഗ്നതാം, കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ക്ഷീരോദധൗ കച്ഛപവപുഹു, പാൽക്കടലിൽ കച്ഛപവപുഹു, ആമയുടെ ആകൃതി സ്വീകരിച്ച ആദിദേവ, ആ ഭഗവാൻ ആദിദേവൻ, അദ്രിപരിവർത്ത കഷാണകണ്ടൂഹു, പർവ്വതത്തിൻ്റെ തിരിയണ സമയത്തുണ്ടാവുന്ന ഉരസൽ കൊണ്ട് ചൊറിച്ചിൽ മാറ്റിയ, ചൊറിച്ചിൽ അകന്നവനായി, നിദ്രാക്ഷണ, ഉറക്കത്തിന് അവസരം കിട്ടിക്കൊണ്ട്, കുറച്ചു കാലമായിട്ട് ഭഗവാൻ ഉറങ്ങാറേ ഇല്ല, ഇപ്പോൾ എന്താ സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചു എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഗോത്രം പൃഷ്ഠേണ വിദധാര, മന്ത്രപർവ്വത്തെ തൻ്റെ പുറം കൊണ്ട് താങ്ങി നിർത്തി. ആ ഭഗവാന്റെ കൂർമാവതാരം. അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു. ആ സമയത്ത് കടകോലായിട്ട് മന്ദരപർവ്വതമാണ്, അത് സമുദ്രത്തിൽ ആണ്ടുപോയ സമയത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ കൂർമ്മസ്വരൂപേണ അവതരിച്ചു. ലക്ഷയോജന വിസ്താരമുള്ള ഒരു കൂർമ്മമായി ഭഗവാൻ വന്നു. ആ മന്ദരപർവ്വതത്തെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തി. പാലാഴി മഥനം കഴിയുന്നതുവരെ കൂർമ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ആ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയെന്നാണ്. അപ്പോൾ സംശയം തോന്നാം, ഇത്രയും വലിയ പർവ്വതം ആ ഭഗവാന്റെ പുറത്തുനിന്ന് തിരിയുമ്പോൾ ഭഗവാന് വിഷമായോ എന്നാണെങ്കിൽ ഇല്ല. ഭഗവാന്റെ പുറത്ത് ചെറിയ കുട്ടിക്ക്, ഒരു 2-2.5 വയസ്സ് കുട്ടിയെ ഒന്ന് കമഴ്ത്തി കിടത്തി അതിൻ്റെ പുറത്ത് ഒഴിഞ്ഞു കൊടുത്താൽ അതിന് സന്തോഷമാണ്, അത് കൂട്ടുവായിട്ട് കിടന്നുറങ്ങും. ഇതുപോലെ ഈ ഭഗവാനും തൻ്റെ പുറത്ത് വെച്ച പർവ്വതം തിരിയുമ്പോൾ നല്ല സുഖം, ആ സുഖം കൊണ്ട് ഭഗവാൻ ഉറങ്ങിയെന്നാണ്. പാലാഴി മഥനം കഴിയുന്നതുവരെ സുഖമായിട്ട് ഭഗവാൻ ഉറങ്ങി എന്ന് പറഞ്ഞ അർത്ഥം നിഷ്പ്രയാസമാണ് ആ ഒരു പ്രവൃത്തി ചെയ്തത്, അത് കാണിക്കാനാണ്. അതാണ് ഭഗവാന്റെ കൂർമാവതാരം. അടുത്തത് ത്രൈവിഷ്ടപോരുഭയ സ നൃസിംഹരൂപം കൃത്വാ ഭ്രമദ്ഭ്രുകുടിദംഷ്ട്രകരാളവക്ത്രം ദൈത്യേന്ദ്രമാശു ഗദയാഭിപതന്തമാരാദൂരൗ നിപാത്യ വിദദാര നഖൈഃ സ്ഫുരന്തം. അത് വായിക്കുമ്പോൾ തന്നെ ഏതാണ് അവതാരം എന്നുള്ളത് വ്യക്തമാവുന്നുണ്ട് അല്ലേ? ത്രൈവിഷ്ടപോരുഭയ സഹ ഭ്രമദ്ഭ്രുകുടിദംഷ്ട്രകരാളവക്ത്രം നൃസിംഹരൂപം കൃത്വാ. ത്രൈവിഷ്ടപോരുഭയ, ത്രിവിഷ്ടപം സ്വർഗം, ത്രൈവിഷ്ടപം സ്വർഗത്തിലുള്ളവർ. ആരാത്? സ്വർഗവാസികൾ, ദേവന്മാർ. ആ ദേവന്മാരുടെ ഉരുഭയ, ഉരുഭയം വലിയ ഭയം, മഹാഭയം, ഹ എന്ന് പറഞ്ഞാൽ ഇല്ലേൻ്റെയൊക്കെ ഹരിക്കുന്ന സ്വർഗവാസികളുടെ ദേവന്മാരുടെ ആ വലിയ ഭയത്തെ തീർത്ത് അനുഗ്രഹിക്കുന്ന സഹ ആ ഭഗവാൻ ഭ്രമദ്ഭ്രുകുടി ദംഷ്ട്രകരാളവക്ത്രം, ഇളകുന്ന വളഞ്ഞ പുരികക്കൊടികളും ദംഷ്ട്രങ്ങളും ഉള്ള ഭയങ്കര മുഖത്തോടു കൂടിയ വളഞ്ഞ പുരികക്കൊടികളോടും ഉഗ്രദംഷ്ട്രകളാൽ കരാളമായ വായയോടുകൂടിയ ആ നൃസിംഹരൂപം, ആ നരസിംഹാകൃതി കൃത്വ സ്വീകരിച്ച് ഗദയാ ആരാത് അഭിപതന്തം സ്ഫുരന്തം ദൈത്യേന്ദ്രം, ഗദയോടുകൂടി തൻ്റെ അടുത്തേക്ക് ഓടിവരുന്ന ആ തേജസ്വിയായ ആ ദൈത്യേന്ദ്രനെ, ഹിരണ്യകശ്യപുവിനെ, ആശു പെട്ടെന്ന് തന്നെ എന്നർത്ഥം, പെട്ടെന്ന് തന്നെ ഊരവ് നിപാത്യ തൻ്റെ ആ തുടയുടെ മുകളിൽ മറച്ചിട്ട് നഖൈഹി വിദദാര നഖങ്ങളാൽ കീറിപ്പിളർന്നു. ദേവന്മാരുടെ ഭയം തീർത്തനുഗ്രഹിക്കുന്ന ആ ഭഗവാൻ അവതരിച്ചു നരസിംഹമായിട്ട്. വളഞ്ഞ പുരികക്കൊടികളോടും ഉഗ്രദംഷ്ട്രകളാൽ കരാളമായ വായോടും കൂടിയ നരസിംഹമായി ഭഗവാൻ അവതരിച്ചു. തൻ്റെ നേരെ ഗദയും ചുഴറ്റിക്കൊണ്ട് യുദ്ധത്തിന് വന്ന അതിശക്തനായ ആ ഹിരണ്യകശ്യപുവിനെ തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങളെ കൊണ്ട് മാറിടം പുലർന്ന് കൊന്നു. ഇതാണ് ഭഗവാന്റെ നരസിംഹാവതാരം. ഇതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അടുത്തത് അന്തഃസരസ്യുരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂഥപതിരംബുജഹസ്ത ആർത്തഃ ആഹേദമാദിപുരുഷാഖിലലോകനാഥ തീർത്ഥശ്രവ ശ്രവണമംഗളനാമധേയ. ഏതാണ് അന്തഃസരസ്യുരുബലേന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ തടാകത്തിൻ്റെ ഉള്ളിൽ വെച്ച് എന്നാണ്. ആരുടെ കഥയാണ്? ആ ഗജേന്ദ്രമോക്ഷം, ഗജേന്ദ്രനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ വന്ന ആ അവതാരം. ത്രികൂടപർവ്വതത്തിൻ്റെ ആ താഴ്വരയിലുള്ള ഒരു സരസിൽ മുതലയുടെ പിടിയിൽപ്പെട്ട് അവശനായ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു. യോഗേശ്വര അഖിലഗുരോ ഭഗവൻ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ
എന്ന് പറഞ്ഞ ഭഗവാനെ ആശ്രയിച്ചു, ശരണാഗതി ചെയ്തു. ആദിപുരുഷ ആണ്, എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവേ, നിർമ്മലമായ കീർത്തിയോടുകൂടിയവനെ, മംഗളകരങ്ങളായ തിരുനാമങ്ങളോടുകൂടിയ ഭഗവാനെ, ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ആ സ്തുതി കേട്ട് ഭഗവാൻ ഛന്ദോമയേന ഗരുഡേന ആണ്, വേദമാകുന്ന ഗരുഡൻ്റെ പുറത്ത് കയറി അതിവേഗത്തിൽ ആ ഭക്തൻ്റെ അടുത്തേക്ക് വന്ന് തൻ്റെ ചക്രം കൊണ്ട് ആ അജ്ഞാനമാകുന്ന മുതലയെ ഇല്ലാണ്ടിയാക്കി തന്നെ ശരണാഗതി ചെയ്ത ഭക്തനെ ഉയർത്തി തണം. അജ്ഞാനം നീക്കി അദ്ദേഹത്തെ ഉദ്ധരിച്ചു എന്നാണ്. ആ തുമ്പിക്കൈയിൽ പിടിച്ചു, കരക്കി കയറ്റി രക്ഷിച്ചു. ഇതാണ് ഗജേന്ദ്രൻ രക്ഷിക്കാനായിട്ട് ഭഗവാൻ സ്വീകരിച്ച അവതാരം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അന്തസ്സരസി ഉരുബലേന ഗ്രാഹേണ പദേ ഗൃഹീതഃ യൂഥപതി. തടാകത്തിൻ്റെ ഉള്ളിൽ വെച്ച് അതിശക്തിയുള്ള മുതലയാൽ കാലിന്മേൽ പിടിക്കപ്പെട്ട ആ യൂഥപതി, ആന, ഗജേന്ദ്രൻ അല്ലെങ്കിൽ ആനത്തലവൻ, ആർത്തഹ ദുഃഖിതനും അംബുജഹസ്തഹ തുമ്പിക്കൈയിൽ താമരപ്പൂക്കളോടുകൂടിയവനുമായിട്ട്, തന്നെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ വന്നു എന്ന് കണ്ടപ്പം പരിധി നോക്കി അങ്ങനൊരു താമര കിട്ടി. അത് ഭഗവാന്റെ നേരെ നീട്ടുകയാണ് ഭക്തിയോടുകൂടി. ഇതം ആഹ, എന്നിട്ടിങ്ങനെ പാടി, ആദിപുരുഷ അഖിലലോകനാഥ തീർത്ഥശ്രവ ശ്രവണമംഗളനാമധേയ. എന്താ അദ്ദേഹം സ്തുതിച്ചത്? ആദിപുരുഷ അഖിലലോകനാഥ ആണ്, ആദിദേവ, ലോകനാഥ, തീർത്ഥശ്രവ, പുണ്യകീർത്തി ഉള്ളവനെ, ശ്രവണമംഗളനാമധേയ ആണ്, കേൾക്കുമ്പം തന്നെ എല്ലാ മംഗളങ്ങളും ഉണ്ടാവും, ആ പാകത്തിനുള്ള നാമങ്ങളുള്ളവനെ അല്ലയോ ഭഗവാനെ എന്നിങ്ങനെ ഭഗവാനെ സ്തുതിച്ചു ആണ്. അതോടുകൂടി അത് തീരണില്ല. അടുത്തൊരു ശ്ലോകം കൂടി ആകുമ്പോഴാണ് ഒന്നും കൂടി അത് പൂർണ്ണമാവുക ആ ഒരു കഥ. ശ്രുത്വാ ഹരിസ്തമരണാർത്ഥിനമപ്രമേയശ്ചക്രായുധ പതകരാജഭുജാധിരൂഢ ചക്രേണ നക്രവദനം വിനിപാട്യ തസ്മാദ്ഹസ്തേ പ്രഗൃഹ്യ ഭഗവാൻ കൃപയോജ്ജഹാര. അപ്പം പൂർണ്ണമായി. ആ ഭഗവാൻ എന്ത് ചെയ്തു? ഹരിഹി, ആ ഹരി അപ്രമേയ ആണ്, അപ്രമേയനായിരിക്കുന്ന ഭഗവാൻ ശ്രുത്വ, എന്ത് കേട്ടിട്ട്? കേട്ടിട്ട് എന്നർത്ഥം. എന്ത് കേട്ടിട്ട്? ഗജേന്ദ്രൻ്റെ ഈ സ്തുതി കേട്ടിട്ട്, ഗജേന്ദ്രൻ്റെ ആ ശരണാഗതി അറിഞ്ഞിട്ട്, ചക്രായുധനായിട്ട് വന്ന്, പതകരാജഭുജാധിരൂഢ, പക്ഷിരാജാവിൻ്റെ തോളത്ത് കയറി വന്ന്, ചക്രേണ തൻ്റെ കയ്യിലുള്ള ആ ചക്രത്താൽ, സുദർശന ചക്രത്താൽ, നക്രവദനം, നക്രം മുതലയുടെ വായ, നക്രവദനം മുതലയുടെ വായ, വിനിപാട്ടിയ കീറിപ്പിളർന്ന്, അരണാർത്ഥിനം തം ശരണാഗതനായ ആ ഗജേന്ദ്രനെ കൃപയാ കാരുണ്യം കൊണ്ട്, ഹസ്തേ പ്രഗൃഹ്യ തസ്മാത് ഉജ്ജഹാര, കയ്യിൽ പിടിച്ച്, ഹസ്തേ പ്രഗൃഹ്യ അല്ലെങ്കിൽ തുമ്പിക്കൈയിൽ പിടിച്ച്, തസ്മാത് ആ മുതലയുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ആ സംസാരമാകുന്ന സാഗരത്തിൽ നിന്ന്, ആ തടാകത്തിൽ നിന്ന്, ഉജ്ജഹാര സമുദ്ധരിച്ചു, ഉയർത്തി എന്നർത്ഥം. വ്യക്തല്ലേ? ആ വലിയ ശക്തിയുള്ള മുതല കാലിൽ പിടിച്ച് ആ സരസനുള്ളിലേക്ക് വലിക്കുമ്പോൾ ആനകളുടെ അധിപനായ ഗജേന്ദ്രൻ, ആ ഗജശ്രേഷ്ഠൻ ദുഃഖിതനായി താമരപ്പൂവ് കയ്യിൽ പിടിച്ച് ഭഗവാനെ ആദിപുരുഷ അഖിലലോകനാഥ പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനെ എന്നൊക്കെ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ എല്ലാം വിട്ട് ആശ്രയിച്ചു. അപ്പോഴോ അപ്രമേയനും ആ ചക്രപാണിയുമായ ആ ഭഗവാൻ ആ ഗരുഡൻ്റെ പുറത്ത് കയറി വന്ന് ഗജേന്ദ്രൻ്റെ സ്തുതി കേട്ട് കൃപ കൊണ്ട് തൻ്റെ ചക്രം ആ മുതലയ്ക്ക് കൊടുത്ത് മുതലയുടെ പിടിയിൽ നിന്ന് ആ ഗജേന്ദ്രനെ രക്ഷിച്ചു. ആ ഗജേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചു, അല്ലെങ്കിൽ തുമ്പിക്കൈയിൽ പിടിച്ചു. അങ്ങനെ ആ ഗജേന്ദ്രനെ സംസാര സാഗരത്തിൽ നിന്ന് ഉയർത്തി. ആ അവതാരത്തെ ഹരി എന്ന് പറയാം. ഭഗവാന്റെ ഹരിയായിട്ട് വന്ന ആ അവതാരം ഇതാണ് ഇവിടെ 2 ശ്ലോകത്തിൽ വർണ്ണിച്ചത്. പിന്നീട് ഭഗവാന്റെ വാമനായിട്ട് വന്ന ആ വാമനാവതാരം, ധന്വന്തരി മൂർത്തിയായിട്ട് വന്ന അവതാരം, അതൊക്കെയാണ് വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.